1982 ആരംഭിച്ച ഡീസൽ ലോക്കോ ഷെഡ് നിർത്തലാക്കുന്നതോടെ കേരളത്തിൽ റെയിൽവേയുടെ നേരിട്ടുള്ള അവസാന പദ്ധതിയും ഇല്ലാതാവും. ഇലക്ട്രിക് എഞ്ചിനുകളുടെ AC ഷെഡിനായി ഡീസൽ ഷെഡ് നിർത്തുന്നുവെന്നാണ് റെയിൽവേ നൽകുന്ന വിശദീകരണം. അതേസമയം പാതകൾ മുഴുവനായും വൈദ്യുതീകരിച്ച തമിഴ്നാട്ടിലെ പലയിടത്തും ഡീസൽ ഷെഡുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വന്നുപോകുന്ന 55-ലധികം ഡീസൽ എഞ്ചിനുകളാണ് എറണാകുളത്ത് അറ്റകുറ്റപ്പണി ചെയ്യുന്നത്. ഇന്ത്യൻ റെയിൽവേയിൽ 56 ഡീസൽ ഷെഡുണ്ട്. ഇലക്ട്രിഫിക്കേഷൻ്റെ പേരിൽ ഒരൊറ്റ ഡീസൽ ഷെഡ് വരെ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇവർ പറയുന്ന ഈറോഡായാലും ശരി, ട്രിച്ചിയിലായാലും ശരി, മദ്രാസിലായാലും ശരി, മദ്രാസിലും ഈറോഡും ഒക്കെ ഒരു 3/4 ഭാഗവും ഇലക്ട്രിഫിക്കേഷൻ കഴിഞ്ഞതാണ്. പ്രകൃതി ദുരന്തങ്ങൾ പോലെയുള്ള സംഭവങ്ങളിൽ വൈദ്യുതി തടസ്സമുണ്ടാവുമ്പോൾ ഡീസൽ എഞ്ചിനാണ് ഏക ആശ്രയം. തുടർച്ചയായി വൈദ്യുതി ഉപയോഗിച്ച് തീവണ്ടി ഓടിക്കരുതെന്ന് നിർദ്ദേശവുമുണ്ട്. ഡീസൽ ഷെഡ് നിർത്തലാക്കിയാൽ നിലവിലെ പകുതിയിലധികം ജീവനക്കാരെ മറ്റ് വിഭാഗങ്ങളിലേക്ക് മാറ്റേണ്ടി വരും. റെയിൽവേയുടെ തീരുമാനത്തിനെതിരെ ജീവനക്കാരുടെ പ്രതിഷേധം തുടരുകയാണ്. മീഡിയ 1